ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പീച്ചിൽ കൃഷിയാണ്. പീച്ചിൽ കൃഷിയുടെ വിത്ത് മുതൽ വിളവ് വരെയുള്ളതായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു വിചാരം ഈ പീച്ചിലൊക്കെ നമ്മൾ കഴിക്കുന്നതാണോ എന്ന് പോലും ചിലർ ചോദിക്കാറുണ്ട്. അത് പുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇഞ്ച് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഈ പീച്ചിൽ എന്ന് പറയുന്ന 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കാട്ടിൽ വളരുന്ന ടൈപ്പ് ഉണ്ട്, ഒന്ന് നമ്മൾ പുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പീച്ചിങ്ങയുണ്ട്. അതുപോലെ തന്നെ ഈ പീച്ചിൽ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അത് നമ്മൾ മൂക്കുന്നതിന് മുമ്പായിട്ട് അത് തോരൻ വയ്ക്കാനും തീയൽ വയ്ക്കാനും മെഴുക്ക് പുരട്ടാനും ചെമ്മീനിട്ട് കറി വയ്ക്കാനും ഒക്കെ സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഈ പീച്ചിങ്ങ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. തന്നെയല്ല, അതിന് വലുതായ കീടശല്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിലും അത് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുക നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പീച്ചിലിൻ്റെ വിത്തെടുക്കുന്നത് നമ്മുടെ ഒരു പീച്ചിങ്ങ നമ്മുടെ ആ ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും അത് തണലത്ത് വെച്ച് ഒന്നുകൂടെ ഉണക്കിയിട്ട് നമുക്ക് അതിൻ്റെ വിത്തുകൾ എടുക്കാവുന്നതാണ്. തണലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം നമുക്ക് പീച്ചിലിൻ്റെ വിത്തെടുക്കാം. പീച്ചിലിൻ്റെ വിത്തൊക്കെ നല്ല കറുകറാന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്തെടുക്കുന്നത്. ഇനി നമുക്കിത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പം നമ്മുടെ ഗ്രീൻ ഗ്രോ ബാഗാണ്. ഇത് കുറേ നാൾ ഞാൻ കൃഷി ചെയ്ത ഒരു ഗ്രോ ബാഗ് തന്നെയാണ്. ഇത് ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണെടുത്തിട്ട് നമ്മൾ എടുത്തെറിഞ്ഞാൽ പോലും നമ്മുടെ ഗ്രോ ബാഗിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിനകത്തിരുന്ന മണ്ണ് ഞാൻ മാറ്റിയിട്ട് പിന്നെ വേറെ മണ്ണും അത് ഇരുന്ന മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും അറിഞ്ഞൂടാത്തവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ഒരു വിവരണം പറഞ്ഞേക്കാം. അപ്പം നമ്മൾ ഗ്രോ ബാഗിനകത്ത് മണ്ണ് ഒരുക്കുമ്പോൾ മിനിമം 10 ദിവസമെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ട്രീറ്റ് ചെയ്ത് ഈ കുമ്മായം ഇട്ട് നമ്മൾ മണ്ണ് ഒരുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മണ്ണും കുമ്മായം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതായത് സിമെൻറ്റും മണലും നമ്മുടെ വീട് പണിക്കാർ എങ്ങനെയാണോ മിക്സ് ചെയ്യുന്നത് അതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് സ്വല്പം വെള്ളമൊക്കെ തളിച്ചിട്ട് ഒരു 10-15 ദിവസം ഇട്ടിരുന്നിട്ട് വേണം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കാനായിട്ട്. എന്നിട്ട് ഒരു 10 ദിവസമൊക്കെ ആകുമ്പോൾ 10-15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് നമുക്ക് വലുതായ ചാണകപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് മണ്ണ് നിറയ്ക്കാം. അപ്പം ഗ്രോ ബാഗ് ഒരുക്കുന്ന രീതിയെക്കുറിച്ചും ഗ്രോ ബാഗിനകത്ത് മണ്ണ് എങ്ങനെയാണ് നിറയ്ക്കുന്നതിനെ കുറിച്ചുമുള്ളതായ വ്യക്തമായ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വേണം ഈ പീച്ചിൻ്റെ വിത്ത് ഇതിനകത്തോട്ട് പാകാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്തതായ ഒരു ഗ്രോ ബാഗാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടാണ് ഞാൻ ഈ നമ്മുടെ വിത്ത് നടാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഗ്രോ ബാഗ് എടുക്കുകയെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒന്നി കരിയില ഇടുക, അല്ലെങ്കിൽ പച്ചിലകൾ ഇട്ടാൽ ഏറ്റവും നന്നായിരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മണ്ണ് നിറച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വിത്തുകൾ നമുക്ക് അതിനകത്തോട്ട് പാകി വയ്ക്കാം. ഒരു 3 എണ്ണമൊക്കെ നമുക്ക് പാകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ പടർന്ന് മുകളിലോട്ട് പോകുന്നത് നമുക്ക് 3 എണ്ണമൊക്കെ പാകാം. അപ്പോൾ നമ്മൾ അതുപോലെ പാകി വെച്ചത് കിളിച്ച് വന്ന് നിൽക്കുന്നുണ്ടോ? ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മുടെ വിത്തുകളൊക്കെ നല്ലതുപോലെ കിളിച്ച് വരും. അതുപോലെ പയറൊക്കെ ഞാൻ പാകി വെച്ചിരിക്കുകയാണ്. എല്ലാത്തിലും 3 എണ്ണം ഇതൊക്കെ 3 എണ്ണം ഇടുമ്പോൾ നമുക്ക് 2 എണ്ണമെങ്കിലും ചിലപ്പം കിളിച്ച് കിട്ടും. വിത്തുകൾ നമ്മൾ നടുമ്പോൾ ഗ്രോ ബാഗിനകത്തോട്ട് നമുക്ക് ഡയറക്റ്റ് നടാം. അതല്ല നമുക്ക് മണ്ണിൽ വേണമെന്നുണ്ടെങ്കിൽ മണ്ണിനകത്ത് നമുക്ക് ഡയറക്റ്റ് നടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാകി കിളിപ്പിച്ച് 4 ഇല പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നട്ടാലും മതി. എങ്ങനെയായാലും ഇത് നല്ലതുപോലെ കിളിച്ച് വന്നോളും. ഇതിപ്പോൾ 2 ആഴ്ചയോളമായ പീച്ചിലാണ് ഈ വളർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ക്യാനിനകത്താണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു കറിവേപ്പ് നിന്നതായിരുന്നു അതിനകത്ത്. അത് ഞാൻ കറിവേപ്പ് തറയിലോട്ടാക്കിയിട്ട് അതിനകത്തോട്ട് പീച്ചിലും കൊണ്ട് നട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് സ്വല്പം വളമൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനകത്തോട്ട് കയ്യിലിരിക്കുന്നതായ ഏത് വളമാണെന്ന് വെച്ചാൽ അതിടാം. തുടക്കത്തിൽ ഞാൻ പാട്ടും കഷ്ടമാണ് ഇടാൻ പോകുന്നത്.
പാട്ടൻ കാഷ്ടം അങ്ങനെ ഇടാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിടുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. അതിലോട്ട് 1 സ്പൂൺ നമ്മുടെ സൂപ്പർ മെല്, ഏതെങ്കിലും ജൈവവളം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മണ്ണിടുമ്പോൾ ഈ ഏതെങ്കിലും വളം പൊടിയാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ 1 മാസത്തോളമായ പീച്ചിലാണ് നിൽക്കുന്നത്. അല്ല, ഒരുമിച്ച് നട്ടയാണെങ്കിലും പലതും പല വലിപ്പമാണ് കേട്ടോ. ഇതിനകത്ത് കാ പിടിച്ച് തുടങ്ങിയിട്ടില്ല. ഇതിനകത്ത് പക്ഷേ കായൊക്കെ പിടിച്ച് തുടങ്ങി. ഇതുണ്ടല്ലേ, കായൊക്കെ പിടിച്ച് തുടങ്ങി നിൽക്കുന്നത്. ഇവിടെ 3 ഗ്രോ ബാഗിനകത്ത് ഇപ്പം മതിലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് കുറേയൊക്കെ പിടിക്കുന്നുണ്ട്, കുറേയൊക്കെ പിന്നെ കേടായി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കായകളൊക്കെ. അപ്പോൾ ഈ പീച്ചിലിനകത്ത് കണ്ട എല്ലാത്തിലും കുഞ്ഞു പരുവത്തിലേ നമുക്ക് കണ്ട് പൂവും കായും ഒക്കെ ആയിട്ട് എല്ലാത്തിലും കണ്ടല്ലോ, മുകളിലോട്ട് നോക്കി എല്ലാത്തിലും കായായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്കിത് പഴുത്തു പോകും. കാരണം ഇത് പിന്നെ പെട്ടെന്ന് കായ്ച്ചയുടെ ശല്യം ഉണ്ടാകും. അങ്ങനെയാണ് ഇത് പഴുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എന്തുവേണമെന്ന് അറിയാമോ, അതിന് കവറിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫിരമൻ ട്രാപ്പ് വാങ്ങിച്ച് കെട്ടിയിരുന്നാലും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ചാണകമാണ് ഇടുന്നത്, പച്ച ചാണകം. ഒരുമാതിരി വാടിയ ചാണകമാണ് ഇടുന്നത്. നമുക്ക് കിട്ടിയ ചാണകം അങ്ങനെയുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ പച്ചച്ചാണകം ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഉണക്കിയൊക്കെ എടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഞാൻ പച്ച അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഈർപ്പത്തിൽ അവിടെ അങ്ങ് കിടന്നുള്ളത്. കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുക്കാം. ചാരത്തിനകത്ത് ഉള്ളിത്തൊലിയൊക്കെ ഉണ്ട്. ഉള്ളിത്തൊലി, വെളുത്തുള്ളിത്തൊലിയൊക്കെ കിടപ്പുണ്ട്. അതിലോട്ട് സ്വല്പം സൂപ്പർ മീലും കൂടെ ഇട്ട് കൊടുക്കും. സൂപ്പർ മീൻ ഇല്ലാത്ത സംഭവമില്ല നമുക്ക്. നല്ലൊരു വളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇടുന്നത്. നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. നല്ലതുപോലെ വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പീച്ചിനകത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കായകളൊക്കെ കിട്ടുകയുള്ളൂ. കുറേ കാലം നമുക്ക് ഈ പീച്ചിനകത്ത് നിന്ന് കാ പൊട്ടിക്കാനായിട്ട് സാധിക്കും. കാരണം പിന്നെ അതിൻ്റെ കൊമ്പുകൾ തണ്ടുകൾ നമ്മൾ കോവലിന് ഒടിച്ചു കൊടുത്ത മാതിരി നമ്മൾ ഒടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ പിന്നെയും ഇതിനകത്ത് പുതിയ പുതിയ തണ്ടുകൾ വരികയും കായകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളൊക്കെ മഞ്ഞിക്കാറുണ്ട്. അപ്പോൾ ആ മഞ്ഞിക്കുന്ന ഇലകളൊക്കെ നമ്മൾ പറിച്ച് മാറ്റുക. ഇതിപ്പം വലിയ കുഴപ്പമില്ലാന്ന് ഇപ്പോൾ ഉണ്ട്. കാരണം ഈ മഞ്ഞ ഇലകൾ നിർത്തിയാൽ കൂടുതൽ പിന്നെയും മഞ്ഞ ഇലകളാവാനുള്ള ഒരു പ്രവണത അതിന് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ മഞ്ഞ ഇലകളൊക്കെ മാറ്റിക്കളയണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പീച്ചിലിന് നമ്മൾ വളം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനോടൊപ്പം 1 സ്പൂൺ സൂഡോമോണസ് നമ്മൾ ആ വളത്തോടൊപ്പം ചേർത്താൽ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാകും. ഈ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഫിഷ് അമിനോ ആസിഡൊക്കെ സ്പ്രേ ചെയ്താൽ അത് നല്ല വലുപ്പത്തിലൊക്കെ നമുക്ക് ആ കായെല്ലാം നല്ല പരുവമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ സമയമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. നല്ല മഞ്ഞ കളറാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളതൊക്കെ ഒന്ന് കാണിക്കണം. ഈ പൂക്കളും കായ്കളും ഓരോന്നിനും ഓരോ ടൈപ്പ് പൂക്കളാണ്, ഓരോ നിറത്തിലുള്ള പൂക്കളാണ്. പീച്ചിലിനൊരു മഞ്ഞ കളറ് പൂക്കൾ, ചുരക്കൊക്കെയാണെങ്കിൽ വെള്ള കളർ പൂക്കൾ, അതുപോലെ ഓരോന്നിനും പിന്നെ പടവലത്തിൻ്റെ പൂ കാണാൻ ഒരു പ്രത്യേക രസമാണ്. പാവലിൻ്റെത് എല്ലാത്തിനും ഒരു പ്രത്യേക രസമാണ്. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പം ടി വി കണ്ടും മൊബൈൽ കാണിച്ചും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നേരത്ത് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു അറിവുകളും കിട്ടും. അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അവർക്ക് ഈ കൃഷിയോടൊക്കെ ഉള്ള ഒരു താല്പര്യവും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. 10 ദിവസം ആയപ്പോഴത്തേക്ക് വളമൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം 10 ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞു പീച്ചിലുകളെല്ലാം നല്ലതുപോലെ വലുതായി കണ്ടില്ലേ. അപ്പോൾ ഒരു തോരൻ്റെ വലുപ്പമായിട്ടുണ്ടല്ലോ. അപ്പം അതിനു വേണ്ടി വളർന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെടിയൊക്കെ ദാണ്ട പന്തലിലോട്ട് ഇവിടം വരെയൊക്കെ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് പോലും നല്ലതുപോലെ വേണ്ട ഈ പീച്ചിൽ പിടിക്കാനായിട്ട് തുടങ്ങി. എന്തായാലും വേണ്ട കണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് വേണ്ടതായ പീച്ചിൽ ഇതിനകത്തുനിന്ന് കിട്ടിത്തുടങ്ങി. കുഞ്ഞു പ്രായത്തിൽ കാ പിടിച്ചതുകൊണ്ടാവാം, വലിയ വലിപ്പമില്ല എങ്കിൽ തന്നെ എന്താണ്ട് നമുക്ക് അത്യാവശ്യം കാ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് മൂക്കുന്നത് വരെ നമ്മളതിനെ നിർത്താൻ പാടില്ല. അപ്പോൾ
നമ്മുടെ ഒരു തോരനുള്ള പീച്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 10 ദിവസമായ ഈ പീച്ചിലിന് വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇനി നല്ലതുപോലെ തഴച്ച് വളർന്ന് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ആദ്യം നമ്മൾ ഇട്ട വളമൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമുക്കിതിനകത്ത് ജൈവ സ്ലറി കൊണ്ടുവന്ന് ഒഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇട്ട വളം തന്നെ വീണ്ടും ഒന്നുകൂടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ വളം തന്നെ നമ്മുടെ സൂപ്പർ മീലും ചാണകവും ചാരവും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. നേരത്തെ ഇച്ചിരി മഞ്ഞളിപ്പൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ആ വളം ഇട്ടതിന് ശേഷം ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഒരു ഇല പോലും പഴുപ്പോ ഇനി വലിയ കീടബാധകളൊന്നും ഉണ്ടാകാത്ത ഒരു ചെടിയാണ് ഈ പീച്ചിലെന്ന് പറയുന്നത്. അഥവാ കായ്ച്ചയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കവറിട്ടിരുന്നാൽ മതി. ഇപ്പം മുകളിലായതുകൊണ്ടാവാം വലിയ കായ്ച്ചയുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് ഇതിനകത്ത് പിന്നെ പിടിക്കുന്നതെല്ലാം നമുക്ക് കായായിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. കുറേ ഇങ്ങനെ പൂവിനകത്ത് കായൊക്കെ ആയിട്ട് വരും. പക്ഷേ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്, പഴുത്ത് പോകാറുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ളതായ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും നമ്മുടെ കെയറും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുണ്ടായ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ എന്തായാലും കണ്ടില്ലേ, നമുക്ക് ഒരു തോരന് ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പരിപ്പിട്ട് കറി വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടെറസിലോ പറമ്പിലോ ഗ്രോ ബാഗിനകത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഇതിനകത്ത് തളിച്ചു കൊടുത്താൽ, സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പൂവും കായും ഒക്കെ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കായായിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ കായായിട്ട് വരുന്നതൊക്കെ നമ്മൾ ഒരു 2 ml ഫിഷ് അമിനോ ആസിഡ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് ഇങ്ങനെ സമൂലം ഈ പിന്നെ ചുവട് മുതൽ മണ്ട് വരെ നമ്മൾ എല്ലാത്തിനും അങ്ങ് തളിച്ചു കൊടുത്താൽ നല്ലതുപോലെ കായൊക്കെ നമുക്ക് പിടിക്കുന്നതായിരിക്കും. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ അത് പിന്നെ അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുന്ന വീഡിയോ, അങ്ങനെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതായ ചാള, മത്തി, അയില ഇവയുടെയൊക്കെ വേസ്റ്റ് നമ്മൾ വെറുതെ കളയാണ് അല്ലേ. അപ്പോൾ അതൊരു സ്വല്പം ശർക്കരയും കൂടി ഇട്ട് അതൊരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നമ്മുടെ കൃഷികൾക്ക്, പച്ചക്കറികൾക്ക് നല്ലൊരു വളമായിട്ട് മാറും അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം. കാണാത്തവർ ആ ലിങ്ക് ഒന്ന് അതൊന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പീച്ചിലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒരു 4 പീച്ചിലെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാവുന്നത്, എത്രമാത്രം ടേസ്റ്റൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.